ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ ധന്യരായ ദൈവമക്കളോട് ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം പറയാൻ തരുന്ന ഈ അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സസന്തോഷത്തോടെ നിങ്ങളെ തിരുവഴുത്ത് ചൂണ്ടിക്കാണിച്ച് ആത്മീക ചിന്തകൾ പങ്കുവെക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമേ ഉള്ളൂ. ഇന്ന് വീണ്ടും ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചൊരു ദൈവിക ദൂത് ലളിതമായി പറഞ്ഞ് ഒന്നിച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതിന് മുഖാന്തരമായി വചനം തന്നും ഈ അവസരങ്ങൾ ഒരുക്കി തന്നും വചനപ്രകാശനം തന്നും നമ്മെ ധന്യരാക്കുന്ന മഹാദൈവത്തിൻ്റെ തിരുമുമ്പിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ദൈവവചന കേൾവിക്ക് സന്നദ്ധരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എല്ലാവിധ ആദരപൂർവ്വമുള്ള വന്ദനം അറിയിച്ചുകൊണ്ട് ദൈവിക ചിന്തയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 29-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 29-ാമത്തെ വാക്യം. ഈ വിധത്തിൽ വിടിവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലായ്ക കൊണ്ട് ഏത് ജാതിക്കാരിലും വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷണം കഷണമായി ശകലിക്കുകയും അവൻ്റെ വീട് കുപ്പക്കുന്നാക്കുകയും ചെയ്യുമെന്ന് ഞാനൊരു വിധി കൽപ്പിക്കുന്നു. നെബൂഖദ്നേസർ രാജാവിൻ്റെ തീവ്രമായിരിക്കുന്ന ഒരു വിധിയാണ്. വിധിയുടെ ആദ്യ ഭാഗത്തിൻ്റെ സാരാംശം: ഈ വിധത്തിൽ വിടിവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലായ്ക കൊണ്ട്. ഈ വിധത്തിൽ വിടിവിപ്പാൻ കഴിയുന്ന ദൈവം. ശദ്രക്ക്, മേശക്, അബേദ്നെഗോ എന്നറിയപ്പെടുന്ന 3 എബ്രായ ബാലന്മാരെ തീച്ചൂളയ്ക്കകത്ത് നെബൂഖദ്നേസർ രാജാവ് ഇടുകയാണ്. ഇടാനുണ്ടായ കാരണം രാജാവിനെ അല്ലാതെ മറ്റാരെയും, അല്ലെങ്കിൽ രാജാവ് നിർത്തിയിരിക്കുന്ന ബിംബത്തെ അല്ലാതെ മറ്റൊന്നിനെയും നമസ്കരിക്കുകയോ ആരാധിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് ആ രാജ്യത്തൊരു നിയമവും വിളംബരവും ഉണ്ടായി. ആരാധനാ സംബന്ധമായിരിക്കുന്ന നിയമങ്ങളുള്ള ഒരുപാട് രാജ്യങ്ങൾ ഇന്നും ഈ ലോകത്തിലുണ്ട്. പുതിയ പുതിയ നിയമങ്ങൾ പല രാജ്യങ്ങളും കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. പണ്ട് പഴയ ബാബിലോണിൽ നെബൂഖദ്നേസർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിടക്കാലത്തേക്ക് കൊണ്ടുവന്നൊരു നിയമമാണ് രാജാവ് നിർത്തിയിരിക്കുന്ന വലിയൊരു ബിംബം, വലിയൊരു വിഗ്രഹം, അതിന് മുമ്പിൽ പാട്ടും തമ്പുരവും കിന്നരവും ഒക്കെ മീട്ടിയിട്ടുള്ള സംഗീത സദസ്സ് നിർവഹിക്കപ്പെടുമ്പോൾ ഈ രാജ്യത്തിലെ മുഴുവൻ പ്രജകളും വന്ന് ആ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ വീണ് അതിനെ നമസ്കരിക്കണം, ആരാധിക്കണം എന്നുള്ളത് ആ രാജ്യത്തേക്ക് ഇടക്കാലത്ത് കയറി വന്ന ഒരു പ്രത്യേക നിയമമാണ്. ഈ നിയമത്തിൻ്റെ പുറകിൽ സത്യദൈവത്തെ ആരാധിക്കുന്നവർ ആ രാജ്യത്തെത്തി എന്നതാണ് ഈ നിയമം അവിടെ ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം. ഞാനിതൊക്കെ ഓർക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ വിരളയിലെണ്ണാവുന്ന ചുരുക്കം ചിലർ മാത്രമാണ് യഹോവയായ ദൈവത്തെ, അന്നേ കാലത്ത് സത്യദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ആ നാട്ടിൽ വെളിയിൽ നിന്നെത്തിയത്. അതിൽ തന്നെ നിയമം സൂക്ഷിച്ച് ദൈവത്തെ അല്ലാതെ മറ്റാരെയും ആരാധിക്കില്ലെന്ന് ശഠിച്ച് തീരുമാനിച്ചിരിക്കുന്നത് 3-4 പേര് മാത്രമേ ഉള്ളൂ നമ്മുടെ അറിവനുസരിച്ച്. അപ്പം ഈ 3-4 പേർക്ക് വേണ്ടി ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ, അത് നെഗറ്റീവോ പോസിറ്റീവോ എന്തുമാകട്ടെ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ പാർക്കുന്ന ബൃഹത്തായിരിക്കുന്ന സാമ്രാജ്യത്തിലെ 3-4 ആളുകൾക്ക് വേണ്ടി നിയമങ്ങളൊക്കെ മാറ്റി പുതിയൊരു ആരാധന രീതിയൊക്കെ അവിടെ കൊണ്ടുവരണമെങ്കിൽ ഇവരുടെ ശക്തി, ഇവരുടെ ദൈവാരാധനയെ ആ രാജ്യത്തിൻ്റെ അന്ധകാര ശക്തികൾ എത്ര കണ്ട് ഭയപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാമോ? ഞാൻ ഈ ഭാഗത്ത് നിന്ന് ഇന്ന് രാവിലെ വായിച്ച് ധ്യാനിച്ചപ്പോൾ ഇപ്രകാരം ചിന്തിക്കുകയാണ്: എത്ര കോടി ആളുകൾ ചുറ്റും നിന്നാലും സത്യദൈവത്തെ ആരാധിക്കുന്ന 3-4 പേര് ഉണ്ടെങ്കിൽ അവരെ ദുഷ്ടന് പേടിയാണ്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ നിയമങ്ങളെ കൊണ്ടുവരുന്നത്. ഇവരിപ്പോൾ എന്നാ ചെയ്യാനാ? ഒന്നും ചെയ്യാൻ. അവർ പാടുവോ, കൊട്ടുവോ, തമ്പേറടിക്കുവോ, മുട്ടയിൽ നിൽക്കുവോ, മൈക്ക് വെച്ച് കിട്ടുവോ, പ്രാർത്ഥിക്കുവോ, എന്തെങ്കിലും ചെയ്തോട്ടെ, നമുക്കെന്നാ നട്ടം, നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്ന് കൂളായി ചിന്തിക്കാൻ തൻ്റെ ഇടം ഈ പിശാചിനും കൂട്ടർക്കും ഉണ്ടോ? അല്ല, ഞാൻ ചോദിക്കാം, നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിച്ച്. ഇവർ പാവങ്ങൾ എങ്ങാണെന്നും വന്ന് ഒരു വായും മിരിച്ച് മുട്ടയിരുന്ന് പാട്ട് പാടുന്നു. ഒരു പാട്ട് പാടുമ്പോൾ ഇച്ചിരി ഒച്ച കൂടുന്നു. അവർ കൈയടിച്ച് കിലുക്കിക്കൊണ്ട് എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് പാടുന്നു, യേശുക്രിസ്തുവിനെ വിളിക്കുന്നു. നമുക്കെന്നാ ചെയ്തം? നമുക്കെന്നാ പറ്റാനാ? നമുക്കൊന്നും പറ്റാനില്ല.
അവരവരുടെ പണി നോക്കട്ടെ എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഈ പിശാചിനും കൂട്ടർക്കും ഇല്ലല്ലോ. ഈ 4 പേർക്ക് വേണ്ടി ഒരു രാജ്യത്തൊരു വിഗ്രഹം ഉണ്ടാക്കിയെന്ന് വേണ്ട പറയാൻ. അപ്പം ഞാൻ നിങ്ങളോട് സത്യത്തിലൊരു ആത്മീക വെളിപ്പാട് പറയാം. നിൻ്റെ വീട്ടിൽ നീ ഈ ദൈവത്തിൻ്റെ കൂടെ ആരാധന സംബന്ധമായ വിഷയത്തിൽ ഒറ്റയ്ക്കുള്ളെങ്കിലും നിന്നെ പേടിയാ പിശാചിന്, നിന്നെ പേടിയാ ദുഷ്ടന്. അതുകൊണ്ടാണ് ഈ കിടന്നുകൊണ്ട് ഈ വാലെ കുത്തി ചാടും പോലെ കിടന്ന് വീട്ടിൽ കിടന്ന് ചുമ്മാ നിനക്കെതിരെ പ്രശ്നം ഉണ്ടാക്കുന്നത്. നാട്ടിൽ നിനക്ക് വിരോധമായിട്ട് ഈ വലിയ ഇണ്ടാസുകളെല്ലാം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? നിൻ്റെ ദൈവത്തെയും നിന്നെയും ദുഷ്ടലോകത്തിന് ഇച്ചിരി ഞെട്ടലുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് പുതിയ നിയമങ്ങൾ വരുന്നു, നിനക്കെതിരെ ഭയങ്കര സംഭവങ്ങൾ ഉണ്ടാക്കുന്നു, നിന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പല പരിപാടികൾ നടത്തും. അങ്ങനൊരു സ്ഥിതി നിങ്ങൾക്കുണ്ടോ? പേടിക്കണ്ട, നീയാ വലിയത്. നീ ആ കാഴ്ചപ്പാടിലേക്ക് വന്നാൽ മതി, ആ ഫോക്കസിലെത്തിയാൽ മതി. നീയാ വലിയത്, നിന്നെ ആ പേടി പിശാചിന്. അതുകൊണ്ടാണ് പുതിയ സംഭവങ്ങൾ ഇറക്കുന്നത്. ഈ ചെറുക്കന്മാർ, പാവങ്ങൾ, ഈ സഹോദരങ്ങൾ, ഇവർ ദൈവത്തെ ആരാധിക്കത്തുള്ളൂ എന്നുള്ള തീരുമാനം, ഇവരാ നാട്ടിൽ വന്നിട്ട് ഹോവയായ ദൈവത്തെ സത്യത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കാൻ തുടങ്ങിയത് ബാബിലോൺ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അടിത്തറ ഇളക്കാൻ തുടങ്ങിയപ്പോഴാണ് പുതിയ സംഭവമൊക്കെ ഇവിടെ ഇറക്കുമതി ചെയ്യുന്നത്. കർത്താവിന് സ്തോത്രം. ഇന്ന് വരെ ഇല്ലാത്ത ചില പ്രശ്നങ്ങൾ നിന്നെ ചൊല്ലിയാണ് ഉണ്ടാകുന്നതെങ്കിൽ എത്ര ഭാഗ്യ ദൈവമക്കളെ. നമ്മൾ ആരാണ്? എനിവേ, എന്താണെങ്കിലും ഇവർ തീരുമാനിച്ചു രാജാവ് നിർത്തുന്ന വിഗ്രഹത്തെ ആരാധിക്കുകയില്ല. 150 പ്രാവശ്യം ഞാൻ ഈ ഭാഗമൊക്കെ പല പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഓരോ പ്രാവശ്യം പറയുമ്പോൾ തെളിനീര് പോലെ കാര്യങ്ങൾ വെളിപ്പെട്ട് വരുന്നത് പറയാതിരിക്കുന്ന എങ്ങനെയാ? ഇവർ ആരാധിക്കുകയില്ല വിഗ്രഹത്തെ. ചുരുക്കി പറയാം, ഇവരെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് തീച്ചൂള 7 മടങ്ങ് വർദ്ധിപ്പിച്ചു. പതിവിലും എന്നപ്പോൾ ഇത് പതിവ് പരിപാടിയാണ്. അവിടെ ചിലരെ തീക്കകത്തിട്ട് കൊല്ലുന്നത് ഒരു സ്ഥിരം പരിപാടി. അത് കണ്ട് ആസ്വദിക്കുന്നത്, അത് വാർത്തയാക്കുന്നത് ആ നാട്ടിലെ ചില കിങ്കരന്മാരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. പതിവിനേക്കാൾ 7 മടങ്ങെന്ന് പറഞ്ഞാൽ ഇത് പതിവായിട്ട് കത്തുന്ന ചൂളയാണല്ലോ. ഒരുപാട് പേരെ കൊന്ന ചൂളയാണല്ലോ. ഒത്തിരി പേരെ ഉരുക്കിയ ചൂളയാണല്ലോ. പക്ഷെ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവനെ ഉരുക്കാൻ, അവൻ്റെ അസ്ഥി കത്തിക്കാൻ ഈ ചൂളയ്ക്ക് ആംബിയർ ഇല്ലെന്ന് വേണം. ഇന്ന് രാവിലെ ഞാൻ ഈ കർത്തൃദിവസം ആരാധിക്കാൻ പോകുന്ന ദിവസം, എൻ്റെ ദൈവത്തെ ദൈവമക്കളുടെ കൂടെ സന്തോഷിച്ച് തുള്ളിച്ചാടി സ്തുതിക്കാൻ പോകുന്ന ദിവസം എൻ്റെ ഹൃദയത്തിൽ കിട്ടിയ ദൈവിക ദൂതി ഞാൻ പറയുക. എല്ലാവരെയും ഉരുക്കിയ, ഓരോരുത്തരുടെ മജ്ജ വറ്റിച്ച, തലയോട്ടി പൊട്ടിച്ച ഈ തീച്ചൂളയ്ക്ക് സത്യദൈവത്തെ സേവിക്കുന്ന നിൻ്റെ തലയോട്ടി പൊട്ടിക്കാൻ പറ്റില്ല. എന്താണെങ്കിലും തീച്ചൂളക്കകത്ത് ദൈവപുത്രൻ ഇറങ്ങി വന്നു. തീയുടെ മണം പോലും ഏക്കാതെ അവരെ പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ ഈ രാജാവ് പറഞ്ഞൊരു വാക്കാണ് ഇന്ന് പ്രധാനമായി ഞാൻ ഒറ്റ വാചകം കൊണ്ട് പറഞ്ഞ് നിർത്തി പ്രാർത്ഥിക്കും. ശ്രദ്ധിച്ച് കേട്ടോളണം. ആ രാജാവ് പറഞ്ഞ വാക്കാണ്. എന്താ പറഞ്ഞത്? ആ വാക്കം, ഈ വിധത്തിൽ വിടിവിപ്പാൻ കഴിയുന്നൊരു ദൈവം വേറെയില്ല. ഈ വിധത്തിൽ വിടിവിപ്പാൻ കഴിയുന്നൊരു ദൈവം. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി എന്നറിയാമോ? നമ്മുടെ ദൈവത്തിനൊരു ശൈലിയുണ്ട്. ഈ വിധത്തിൽ എന്ന് പറഞ്ഞാൽ അതൊരു പാറ്റേൺ അല്ലേ? ദൈവത്തിൻ്റെ വിടുതലിൻ്റെ വിധങ്ങൾ, എങ്ങനെയാണ് ദൈവം ഒരു മനുഷ്യനെ വിടുവിക്കുന്നത്? ഏത് വിധത്തിലാണ് ദൈവത്തിൻ്റെ വിടുതൽ? രാജാവിന് പെട്ടെന്ന് പിടികിട്ടി. ഇങ്ങനെ വിടുവിക്കുന്ന, ഈ വിധത്തിൽ വിടുവിക്കുന്ന, ഈ ശൈലി ഉപയോഗിക്കുന്ന, ഈ രീതി ഉപയോഗിക്കുന്നൊരു ദൈവം വേറെയില്ല. അയ്യോ, നമ്മുടെ നാട്ടിൽ ഇന്നലകളിൽ കണ്ടിട്ടുണ്ട്. ചില കള്ളന്മാർക്ക് സ്ഥിരം ശൈലിയുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് കേരളത്തിലൊക്കെ വന്ന പേര് ഞാൻ വിട്ടുപോയി, പ്രസിദ്ധനായ കള്ളൻ. ആ കള്ളൻ്റെ സ്ഥിരം ശൈലിയുണ്ട്. ആ രീതിയിലേ അവൻ മോഷ്ടിക്കത്തുള്ളൂ. ചില മർഡന്മാർ, റിപ്പർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അവരുടെ സ്ഥിരം കൊലപാതകം നടത്തുന്നതിന് രീതിയുണ്ട്. ചുറ്റിയേക്ക് നെറ്റിക്കടിച്ചേ കൊല്ലത്തുള്ളൂ എന്നൊക്കെ സ്ഥിരം ശരി. ചില ആൾക്കാർ ചിലരെ കൊല്ലുന്നതിന്, ചില കള്ളന്മാർ മോഷ്ടിക്കുന്നതിന്, ഇതിന് ഓരോരുത്തർക്കും ഓരോ സ്ഥിരം ശൈലിയുണ്ട്. ആ രീതിയിലാണ് അവർ ഓപ്പറേഷൻ നടക്കുന്നത്. എന്നതുപോലെ നമ്മൾ സേവിക്കുന്ന ദൈവത്തിന്, ഇനി നെബൂഖദ്നേസറിനെയൊക്കെ പിള്ളേരൊക്കെ വിട്ടാരെ, നിങ്ങളോടുള്ള എൻ്റെ ദൈവത്തിൻ്റെ ആലോചന പറയാം. നമ്മൾ ഇത് മനസ്സിലാക്കിയിരിക്കണം. നമുക്കൊരു വിഷയം വന്നാൽ നമ്മെ ദൈവം വിടുവിക്കുന്നതിന് ഒരു ശൈലിയുണ്ട്, ഒരു രീതിയുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ വെറുതെ വെപ്രാടി, അയ്യോ ദൈവം മറന്നോ, ദൈവം കണ്ടില്ലേ, എന്നാ ഭാഷ ഇങ്ങനെ നടക്കുന്നേ.
നിനക്ക് ദൈവത്തിൻ്റെ രീതി അറിയാൻ വയ്യ. എന്താണ് ഇവിടുത്തെ രീതി? ഒത്തിരി പറയാനുണ്ട്. ഒന്നോ രണ്ടോ കാര്യം പറഞ്ഞ് നിർത്താം. ഒന്ന്, ഈ തീച്ചൂളയ്ക്കകത്തിട്ടപ്പോഴൊന്നും നെബൂഖദ്നേസർ സ്വപ്നത്തിൽ വിചാരിച്ചില്ല ഇവർക്ക് വേണ്ടി ഇങ്ങനെ ദൈവം ഇറങ്ങി വരുമെന്ന്. ആദ്യം ഒന്നും ദൈവം മിണ്ടിയേല. ദൈവം ഉണ്ടെന്ന് പോലും ദൈവം വെളിപ്പെടുത്തിയേല. എവിടെയോ ദൈവം മറഞ്ഞു നിൽക്കും. എൻ്റെ ഭാഷയാട്ടോ ഇത്. ഈ പിള്ളേരെ പിടിച്ച് കെട്ടുമ്പോൾ, ഇവർക്കെതിരെ അട്ടഹസിക്കുമ്പോൾ, ഇന്ന് കാണിച്ചു തരാടാ, ഇന്ന് നിൻ്റെ ആരാധന തീർത്ത് തരാടാ, ഇന്ന് ശരിയാക്കാടാ, ഇല്ലെങ്കിൽ വേഗം നമസ്കരിച്ചോ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ എന്നൊക്കെ പറയുമ്പോൾ ഈ പിള്ളേരാണെങ്കിൽ കട്ടക്ക് നിൽക്കുക. ഇവർ ദൈവത്തെ മാത്രമേ ആരാധിക്കൂ. അപ്പോൾ അന്നേരമൊന്നും ദൈവം മിണ്ടുന്നില്ല, അനങ്ങുന്നില്ല, ഇങ്ങനൊരു ദൈവം ഉണ്ടെന്ന് പോലും കാണിക്കുന്നില്ല. അവസാനം തീച്ചൂളയ്ക്കകത്ത് കൊണ്ടുപോയി വലിച്ചെറിഞ്ഞിടുന്ന നിമിഷം വരെ ദൈവം ഉണ്ടെന്ന് പോലും ദൈവം കാണിച്ചില്ല. തീക്കകത്ത് വീണ മാത്രയിൽ അതാ പ്രത്യക്ഷമാകുന്നു നാലാമതൊരുവൻ. കണ്ടോ? ഈ വിധത്തിൽ വിച്ചര് പിടിച്ചു നിൽക്കണം, ചങ്കുറപ്പുണ്ടാകണം, നട്ടല് വളയരുത്, പേടിക്കരുത്. ലാസ്റ്റ് സമയം, ശത്രുവിൻ്റെ ഒരു പ്രതീക്ഷയില്ലാത്ത സമയം, നിനക്കാരുമില്ല എന്നെല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ ദൈവം അങ്ങ് മാറി നിൽക്കും. ലാസ്റ്റ് മിനിറ്റിൽ കഴുകൻ പറന്നിറങ്ങുന്നത് പോലെ പറന്നിറങ്ങിയിട്ട് കുഞ്ഞുങ്ങളെ ചിറകിൽ വഹിച്ച് പൊക്കിക്കൊണ്ടു പോകുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ നിന്നെ പുഷ്പം പോലെ പുറത്തെടുക്കും. ഈ വിധത്തിൽ അപ്പോൾ ദൈവത്തിൻ്റെ വിടുതലിൻ്റെ വിധം ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വിഷയത്തിന് മുമ്പിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇല്ലെങ്കിൽ നമ്മൾ അങ്കലാപ്പിലായി പോവും. നീ പറയണം, നീ എന്നാ ചലച്ചാലും എൻ്റെ ദൈവത്തിനൊരു ശൈലിയുണ്ട്. ആ സമയത്ത് അവൻ്റെ ശൈലി പുറത്തെടുക്കും. അതോടെ നിൻ്റെ വലിയ സൂക്കിടക്കങ്ങ് തീരും. ദൈവപ്രവൃത്തി വെളിപ്പെട്ടാൽ, കർത്താവിൻ്റെ പ്രവൃത്തി ദൈവമായ കർത്താവ് ചെയ്താൽ, ദൈവമഹത്വം വെളിപ്പെട്ടാൽ, ദൈവത്തിൻ്റെ സ്ഥിരം ശൈലി ദൈവം എടുത്താൽ, ദൈവത്തിൻ്റെ പ്രവൃത്തി വിധം ദൈവം വെളിപ്പെടുത്തിയാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റിയല്ല ശത്രുവിന്. അതുകൊണ്ട് നമുക്ക് ആശ്വസിക്കാം, ബലപ്പെടാം, കൃപയിൽ നിറയാം. എന്നിട്ട് ദൈവത്തോട് പറയാം, അപ്പാ, അങ്ങ് ശദ്രക്കനെ മേശക്കനെയൊക്കെ വെടിവെച്ച വിധമില്ലേ, നെബൂഖദ്നേസർ ആശ്ചര്യപ്പെട്ട വിധമില്ലേ, അതുപോലെ എൻ്റെ പിള്ളേരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ അപ്പച്ചൻ പിടി. ഞാൻ അത്രയും നേരം സഹിഷ്ണുതയോടെ ഇരുന്നോളാം, സഹിച്ചോളാം. ഞാൻ പിടയ്ക്കത്തില്ല, ഞാൻ കരയത്തില്ല, ഞാൻ ഭയപ്പെടില്ല, ഞാൻ പിന്മാറില്ല, ഞാൻ വീണു പോകില്ല. എൻ്റെ ദൈവത്തിൻ്റെ വിടിവിക്കുന്ന വിധം ഇന്നെനിക്ക് പിടികിട്ടി, ഞാൻ പിടിച്ചു നിന്നോളാം എന്ന് ദൈവത്തോട് പറ. ആ വിധത്തിൽ തന്നെ നമ്മുടെ വിഷയത്തിന് പരിഹാരം ഉണ്ടാകും. ചലിക്കരുത്, തളരരുത്. ആ വിധം നിൻ്റെ വീട്ടിൽ പ്രയോജനപ്പെടട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദിവസം, എൻ്റെ ദൈവത്തിൻ്റെ ശൈലി അതിന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. വിടുതലിൻ്റെ വിധം ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത് ഗ്രഹിക്കാനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് തരണേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.